ഹലോ, മൈ ഹോം റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പനീർ മട്ടർ മസാലയാണ് കാണിക്കുന്നത്. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, അതിലേക്ക് 1 ഇഞ്ച് നീളത്തിൽ പട്ട, 2-3 കഷ്ണം ഗ്രാമ്പൂ, 2-3 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 2.5 സവാളയാണ്. ആ സവാള നന്നായി വഴറ്റുക. സവാള കുറച്ച് തിക്കായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുന്നതാണ്. തുടക്കത്തിൽ നമ്മൾ ചേർക്കാൻ വിട്ടുപോയ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഒരു 8-10 കഷ്ണം കാഷ്യൂനട്ട്. അതും ഈ സവാളയുടെ കൂടെ നന്നായിട്ട് വഴറ്റുക. അത് മൂടി വെച്ച് വഴറ്റുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ സവാള തുറന്ന് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ സവാള ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ മൂടി വെച്ച് കഴിയുമ്പോൾ അതിൽ നിന്നുള്ള സ്റ്റീം അടിച്ചിട്ട് ആ മോയ്സ്ചറും കൂടെ നമുക്ക് ആഡായി കിട്ടും. അതിൻ്റെ കൂടെ ഒരു തക്കാളി, അത് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അത് വഴറ്റി ഏകദേശം നല്ല സോഫ്റ്റായി കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ, നന്നായിട്ട് തണുത്തില്ലെങ്കിൽ നിങ്ങളുടെ മിക്സിയുടെ ജാറിൻ്റെ വാഷർ അത് ലൂസായി പോവും. അപ്പോൾ നന്നായി തണുത്ത ശേഷം മിക്സിയിൽ അടിച്ചെടുക്കുക. ശേഷം വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ, വെജിറ്റബിൾ ഓയിൽ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ ജീരകം, 1 ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് പൗഡറുകളെല്ലാം ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കാശ്മീരി ചില്ലി പൗഡർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്ത് എണ്ണയിൽ നന്നായി വഴറ്റുക. അപ്പോൾ നേരത്തെ ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഇപ്പോൾ 2 ടീസ്പൂണും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നന്നായി വഴറ്റി ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ആ മിശ്രിതം ഇതിലേക്ക് ചേർക്കുക. വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറ് കഴുകി 2 പ്രാവശ്യം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കിടന്ന് വേണം നമുക്ക് പനീറും മട്ടറും നമുക്ക് കുക്കായി കിട്ടാൻ. അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കുക. ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും പനീർ നമുക്ക് കട്ട് ചെയ്ത് പീസസ് ആക്കി ഇതിലേക്ക് ചേർക്കാം. ഒരിക്കലും പനീർ കവറിൽ നിന്നും മാറ്റിയ ശേഷം അത് വെള്ളത്തിൽ കഴുകരുത്, അതിൻ്റെ ടേസ്റ്റ് എല്ലാം പോകും. അപ്പോൾ നേരിട്ട് മുറിച്ച് ആഡ് ചെയ്യുക. ഈ സമയത്ത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്ത് ടേസ്റ്റ് ഒന്ന് നോക്കുക. അതിനുശേഷം കസ്തൂരി മേത്തി, അത് ഞാൻ അവനിൽ വെച്ച് ഒന്ന് ചൂടാക്കി കൈകൊണ്ട് പൗഡർ ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അവൻ്റെ ചൂടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ 30 സെക്കൻഡ്സ് ഇടവിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 30 സെക്കൻഡ്സ് ഇടവിട്ട് അത് തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി ഈ സമയം ഒരു 1/2 നാരങ്ങയുടെ നീര് ഞാനിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് മല്ലിയിലയും വിതറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ റൊട്ടിയുടെ കൂടെയോ വളരെ ടേസ്റ്റായിട്ട് കഴിക്കാവുന്നതാണ്.